ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 7 ആണിന്ന്. അപ്പോൾ അങ്ങനെ ഒരാഴ്ച ആയിരിക്കുന്നു ചലഞ്ച് തുടങ്ങിയിട്ട്. അപ്പം തലേ ദിവസം എനിക്കിട്ട് വെച്ചിരുന്ന മുടിയൊക്കെ ഞാനൊന്ന് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ, ഈ ഒരാഴ്ചയിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ 2 തവണ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തു. പിന്നെ ചെയ്തത് ഹെന്ന പാക്കാണ് കേട്ടോ അപ്പോൾ ചെയ്ത് കൊടുത്തത്. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഈ ഒരാഴ്ചയിൽ ചെയ്തു കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ വെറുതെ ഓയിൽ വെച്ചിട്ട്, അതായത് തലേ ദിവസം തന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. പിന്നെ ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡുമാണ് ആ ഒരു ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരാഴ്ചയിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇതേ സെയിം റൊട്ടീനല്ല, ഇതേ സെയിം കാര്യങ്ങളല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. റൊട്ടീൻ, അതായത് ഇടവിട്ടുള്ള ദിവസങ്ങളിലാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ പാക്കുകളൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ മാത്രം വ്യത്യാസം വരും. അല്ലാണ്ട് ഒരാഴ്ച ആ ഒരു ഇതിൽ പോകുന്നത് തന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് ഓരോ ദിവസങ്ങളിൽ ഇടവിട്ട് ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ദിവസം, 7ാമത്തെ ദിവസം. ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ ഹെയറിൽ ഒരുപാട് ഓയിൽ സ്കാൽപ്പിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. രാത്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും വളരെ കുറച്ച് ഓയിലാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ നന്നായിട്ട് ഹെയറിൽ സ്കാൽപ്പിലും മുടിയുടെ ലെങ്തിലേക്കും നന്നായിട്ട് ഓയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് തല കുളിർക്ക എണ്ണ തേക്കുക എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് എണ്ണയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ മുടിയിൽ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് ഫുൾ എണ്ണയിട്ട് കൊടുത്തതിന് ശേഷം മുടിയുടെ ലെങ്തിലേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ, അതായത് നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ദിവസം മുടിയുടെ ലെങ്തിലേക്കും, ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്ക് എണ്ണ തേക്കാം കേട്ടോ. അതായത് നൈറ്റ് അപ്ലൈ ചെയ്യേണ്ടതേ ഉള്ളൂ. പിറ്റേ ദിവസം നിങ്ങൾക്ക് പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ടും, അല്ലാണ്ട് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ പാക്ക് ഇടാത്ത ദിവസങ്ങളിൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടും മുടിയുടെ ലെങ്തിലേക്ക് അത്യാവശ്യം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിവസമാണ്, ലാസ്റ്റത്തെ ദിവസമാണ് നമ്മൾ നന്നായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും ഓയിലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഹെന്ന പാക്ക് ചെയ്തതിൻ്റെ ആ ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ടാകും. അതായത് മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട്, കുറച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട്, അതായത് വോളിയം വെച്ച പോലെ ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ മുടി ഉണ്ടാവുക. അപ്പം അതിന് ശേഷം ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഓയിലിങ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈനെസ്സൊക്കെ ഈ ഒരു നന്നായിട്ട് ഫുള്ളായിട്ട് ഓയിലിങ് ചെയ്യുമ്പോഴത്തേക്കും മാറും കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടിപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുടി മേലെ കെട്ടി വയ്ക്കുകയാണ്. ഇനി നമുക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ടാണ്. അത് ഷാമ്പൂ അല്ല, നിങ്ങളുടെ കയ്യിൽ നാച്ചുറലായിട്ട് ചെമ്പരത്തി താളി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചീവക്കയുടെ പൊടി ഉണ്ടെങ്കിൽ, അങ്ങനെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി തലയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തലയിലാണ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് ശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ശിക്കാക്കായ് പൗഡറാണ്. അപ്പോൾ ഈ ഒരു പൊടി ഇട്ടിട്ടാണ് ഞാനിന്ന് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ മുടിയിലെ അഴുക്കൊക്കെ കളയാൻ സൂപ്പർബാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പൂ ആണോ നാച്ചുറൽ പൗഡേഴ്സാണോ ഉള്ളത്, അല്ലെങ്കിൽ ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ ആണെങ്കിലും അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഷാമ്പൂ ചെയ്ത്, അതായത് ഹെയർ വാഷ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിനെ ആ ഒരു പഴയ രീതിക്ക് നന്നായിട്ട് നീറ്റാക്കി ക്ലിയറാക്കി വെക്കുക, നമ്മുടെ അടുത്ത ആഴ്ചത്തേക്കുള്ള ആ ഒരു റൊട്ടീന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് ഇന്നത്തെ ദിവസം കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചലഞ്ച് എടുക്കുന്ന എല്ലാവരും ചെയ്യണം കേട്ടോ ഇതൊക്കെ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ്സ് അറിയാൻ പറ്റുക. അപ്പം നമുക്കിനി നെക്സ്റ്റ് അടുത്ത ആഴ്ചത്തെ റൊട്ടീൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.